ആ നേരത്തെ കൊണ്ടുവച്ചു. ഞാൻ അവളെ വിളിക്കാം. ഓക്കെ അല്ലേ അമ്മേ? ഓക്കെ. മുഹൂർത്തായി, പിള്ളേരെ ഇതുവരെ റെഡി ആയില്ലേ? ആശ പോയിട്ടുണ്ട് വിളിക്കാൻ. ജോത്സ്യനെ കൊണ്ട് സമയം നോക്കിയൊക്കെ വെറുതെ ഇല്ല. അത് നിന്നെ പിടിച്ചിട്ടോ? എന്നെ പിടിച്ചിരുത്തണ്ട. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യേ? ഈ ആര് വരാനാണ് നമ്മളെ വിളിച്ചത്? സുഭാഷേ, ഇപ്പൊ ചേട്ടനാണോ ഗർഭിണി? ആരതി ഒഴിയാൻ സുമ ഒന്ന് കത്തിച്ചടാ. ശിവ പിടിച്ചോ, ഇത് പൈങ്കിലേക്ക് ഇട്ട് കൊടുക്കണം, ഇത് പൈങ്കിളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഞാനാണോ ആദ്യം? ഞാൻ ആദ്യം ഇടണ്ടെന്ന്. അച്ഛനമ്മ പിന്നെ കല്യാണം കഴിച്ചു. വളയിടണ്ടേ? വളയിട്ടു സ്വീറ്റ്സിന്റെ ആള് വേണ്ടി വെച്ചേക്കണുണ്ട്. അമ്മച്ചിക്ക് സ്വീറ്റ്സ് വിട്. ഇരട്ടടാ ആദ്യം. അത്ര മതിയോ? പയ്യെ പയ്യെ. ഞാൻ ഇത് തരാം. ജിലേബി മതിയോ? ഏതായാലും കുഴപ്പമില്ല, രണ്ടെണ്ണത്തില് ഓരോന്ന് തരണോ? അല്ല ഞാനാ കൊടുക്കണ്ടേ. എടാ നിനക്ക് കഴിഞ്ഞില്ലേ? ആഹാ, നിങ്ങൾ കിടന്നില്ലായിരുന്നോ? ഓ ഇല്ല, ഞാൻ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കരുത്. കണക്കോ? ഓ എന്ത് കണക്ക്? ഈ പൈങ്കൂസിന്റെ പേറ്റൂടയുടെ കണക്കേ അതാണ്ട് എല്ലാം കൂടെ 10-30,000 രൂപയായി. അത്രേ ഉള്ളോ? അത്ര ആയുള്ളതാ? നിനക്കത് എത്ര നിസ്സാരം? എന്ത് കണക്കൊക്കെയാ മനുഷ്യ ഈ പറയുന്നത്? സ്വന്തം മോക്ക് വേണ്ടിട്ടല്ലേ 30,000 രൂപ ചെലവാക്കാൻ പറ്റിയല്ലേ? അതെ, നിന്റെ പേറ്റൂട നടത്തിയതാരാ? നിന്റെ കെട്ടിയവൻ, അതായത് ഞാൻ. അപ്പൊ ഇത് ശിവനല്ലേ നടത്തേണ്ടത്? ഇങ്ങനെ കണ്ണിച്ചോറില്ലാത്ത വർത്താനം പറയരുത് കേട്ടോ. അവൻ സസ്പെൻഷനല്ലേ, അവനോട് കാശ് ചോദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്നെ കാശൊക്കെ ഞാൻ ചെലവാക്കിയത്. പക്ഷേ അവൻ സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസിൽ കയറുമല്ല, അപ്പൊ ഞാൻ എല്ലാ പൈസയും തിരിച്ച് വാങ്ങിക്കും. അതെ, രാവിലെ എഴുന്നേറ്റ് ഈ ചടങ്ങിന് വേണ്ടി മനുഷ്യൻ ഓടി കടന്ന് മടുത്തിരിക്കുക. ഒന്ന് കിടന്നോട്ടെ. നിനക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാല്ല, കാശ് പോയത് എന്റെതല്ലേ. നിങ്ങളുടെ ഒരു കണക്ക് മതി. ഒന്ന് അവിടെ വെച്ച് കിടന്നുറങ്ങാൻ നോക്ക്. പോ. ഇത്തിരി കഷ്ടം നോക്കണേ. നിനക്ക് ഉറങ്ങണമെങ്കിൽ നിനക്ക് ഉറങ്ങിക്കൂടെ? ആ ലൈറ്റ് ഓഫ് ചെയ്യും. ഓ ഓഫ് ചെയ്യാം. അതങ്ങോട്ട് ലളിതേ, അതെ എന്തുവാ എടി ആ കുപ്പിവളയുടെ കണക്ക് അത് ശരിയാവുന്നില്ല. അതങ്ങോട്ട് അത് നീ കിടന്നോ, അത് ആശയം കൊടുത്തത് കേട്ടോ അല്ലേ? അതാണ് മനുഷ്യനെ ശല്യം. ഒന്ന് കിടക്കാൻ നോക്ക്. അയ്യോ കണക്ക് ഞാനിതെങ്ങനെ കൂട്ടുന്നത്? നീ
രതീഷ് ഞാൻ തിരിച്ചു വിളിക്കാം. ആ ശരി. അല്ലെ എക്സസൈസ് ചെയ്യാന്നോ? അല്ല എക്സസൈസ് ചെയ്യാന്നോ? ഞാനേ പശുവിനെ കിടന്നോണ്ടിരിക്കുന്നു. തമാശ. എന്താണ് നീ പോ. വർക്കൗട്ട് ചെയ്യണം, ബോഡിയൊക്കെ ഫിറ്റാക്കി നടത്തിയാലേ സസ്പെൻസ് സമയത്ത് നല്ല സെറ്റായിട്ട് ഫിറ്റ് ആവണം. എന്നാലേ തിരിച്ച് കയറുമ്പോൾ കൊറാമാർ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. സർവീസ് ഇരിക്കുന്ന സമയത്ത് കുറെ മാർ ഇങ്ങനെ ഇട്ട് ആക്കിയിട്ടല്ലേ സസ്പെൻഷൻ കിട്ടിയത്. അത് നിന്റെ ഇപ്പൊ കുഴപ്പം എന്താണ്? നീ പോ. ഞാനേ ഒരു 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 സന്തോഷ വാർത്ത പറയാൻ വേണ്ടി പറ നീ. ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ട് വന്നു. അത് കേട്ട് കഴിഞ്ഞാൽ അളിയും ഞെട്ടുമെന്ന് കണ്ണ് തള്ളി പുറത്തു വരും. അതായത് കളഞ്ഞ ഞാനേ മാട്രിമോണിയിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തില്ലായിരുന്നു. എന്റെ കല്യാണം ഓ കല്യാണം മാട്രിമോണി രജിസ്റ്റർ ചെയ്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് ഒരു കൂട്ടർ ഇങ്ങോട്ട് ആലോചന പാടാൻ അളിയ കൊമ്പത്തുള്ള ആലോചനയാണ്. കൊമ്പത്ത്. ഓ ശരി. ആ കവണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടോ? അത് കയറണ്ടേ? തലീന്ന് കണ്ടു നോക്കുക. കൊള്ളാം, നല്ല പരസ്യം മാറ്റി. പരസ്യം സോറി പരസ്യല്ലേ ഇതാണ്. ഇതാ പെണ്ണ് നിന്റെ. ഇഷ്ടപ്പെട്ട എനിക്കറിയാം, അതുകൊണ്ടാ ചിരിക്കുന്നേ. ഇത് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഇത് ആരും നിനക്കറിയാവോ? അണിറോസ്. അതിന്റെ ഒരു പേര് ആക്കി ചിരിക്കുന്നത്. സിനിമയുടെ അണിറോസിന്റെ ആലോചനയാണ് എനിക്ക് ഇങ്ങോട്ട് വന്നേന്ന്. എടാ ബണ്ടാ, ഇത് ഫേക്കാണ്, നിനക്ക് മനസ്സിലായില്ല? എന്തോന്ന് ഫേക്ക്? താണ്ട് അവളെ അഡ്രസ് വെച്ചിട്ടുണ്ട്. ഹണി റോസ്, റോസ് വില്ല, താഴേക്കുന്ന് പിയോ, എറണാകുളം 69-32. സത്യോടെ എടാ ഞാൻ കള്ളം പറയല, ദൈവത്തിനാണ് സത്യം. താണ്ട് ഇങ്ങോട്ട് വന്നാല് നീ ഒന്ന് ചിന്തിച്ചോക്കടാ. ഈ സൈറ്റ് ആരും ഇത് പറഞ്ഞോ? അടി റോസത്തിന്റെ കല്യാണം ആലോചിച്ചത് പറഞ്ഞോ? കുഴപ്പമെന്താ? അവളുടെ ജാത കൊണ്ട് പൂരിട്ടാതി. എന്റെ ജാതകം ഭരണി പൂരിട്ടാതി ചേരും. ദൈവം എനിക്ക് ഇയാള് ചിരി ഇങ്ങനെ പൊട്ടിപ്പൊട്ടിച്ചിരി. ഞാനേ അവളെ കെട്ടിക്കാണ്ട് ഈ പ്രാവിന്റെ ഫ്രണ്ടി വരും. അപ്പൊ ഇയാളെ കണ്ണു പുറത്ത് ചിരിച്ച് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യില്ല. എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാ കൊല്ല? ഹണിറോസിനെ സുമേഷ് കെട്ടും. ഹണിറോസിന് സുമേഷ് കെട്ടും.